PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 130 ദിവസത്തെ ടൈം ടേബിൾ ആണ് നമ്മൾ തന്നിരുന്നത്. ഇന്ന് ഡേ 76 ആണ്. ഇന്ന് നമുക്ക് പരീക്ഷയുടെ ദിവസമാണ് അല്ലേ? അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. പരീക്ഷ എഴുതാൻ റെഡിയല്ലേ എല്ലാവരും? അപ്പോൾ നമുക്ക് പരീക്ഷയിലോട്ട് കിടക്കാം. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ 130 ദിവസത്തെ ടൈം ടേബിൾ തുടക്കത്തിലൊക്കെ ഫോളോ ചെയ്ത് ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയ കുറേ പേരുണ്ട്. പഠിച്ചെത്താത്തത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേരൊക്കെ പറ്റാത്തവരുണ്ട് അല്ലേ? പഠിച്ച് നമ്മുടെ കൂടെ എത്താൻ പറ്റാത്തവരുണ്ട്. ചിലർ പഠനം സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ട്. ഇപ്പോഴും പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ നല്ലൊരു ടൈം ടേബിൾ കിട്ടാത്തവർ, അല്ലെങ്കിൽ കിട്ടുന്ന ഒരു 2 മാസം നല്ല രീതിയിൽ റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈമും ഒരു ടൈം ടേബിളും ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റാതെ എങ്ങനെ പഠിക്കുമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു 60 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് വേണ്ടി കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ആ 60 ഡേയ്സ് ടൈം ടേബിളിനെ കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. 60 ദിവസം കൊണ്ട് SCRT, NCRT, റിവിഷൻ, മുൻവർഷ ചോദ്യങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ടൈം ടേബിളാണ്. അത് നല്ല രീതിയിൽ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ ടൈം ടേബിൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 10 ദിവസത്തെ നമ്മൾ ഓൾറെഡി 130 ദിവസത്തെ ടൈം ടേബിൾ പ്രകാരമുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ 60 ദിവസത്തെ ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം ഓരോ ദിവസവും എന്തൊക്കെ ടോപ്പിക്സ് ആണോ പഠിക്കേണ്ടത് ആ ഭാഗം നമ്മൾ ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും പഠിക്കേണ്ട ക്ലാസ്സുകൾ ഏതൊക്കെയാണോ അതിൻ്റെ ലിങ്ക് നമ്മൾ ടെലിഗ്രാം വഴി ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ എല്ലാവരും ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്ന ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. പിന്നെ നമ്മൾ നോട്ട്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, PDF-ഉം നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ടെലിഗ്രാം വഴിയാണ്. സോ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദെൻ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാക്സിമം പേരിലോട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പരീക്ഷ എഴുതി നോക്കിയാലോ. ആകെ 15 ചോദ്യങ്ങളാണോ ഉള്ളത്. 13 മാർക്കാണ് കട്ട് ഓഫ്. എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കേട്ടോ. ഓക്കെ, തെറ്റിപ്പോയ ഭാഗം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. മാർക്ക് കിട്ടുമെന്ന് ഉറപ്പിച്ച് നല്ല രീതിയിൽ പഠിക്കുന്ന ഭാഗം നല്ല പക്കയായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത ഭാഗത്തോട്ട് പോയാൽ മതി. ഓക്കെ, ഓടിച്ചിട്ട് പഠിക്കുന്ന പരിപാടി വേണ്ട. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കുവാണേ. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ABCD എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 1 2 3 4 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഓപ്ഷൻ വായിക്കാം. TSH ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. B ACTH സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. GTH അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. സൊമാറ്റോട്രോപ്പിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ശരിയായ ഓപ്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A1, B2, C3, D4. Then B, A2, B1, C3, D4. Option C, A4, B3, C2, D1. Option D, A4, B1, C3, D2. നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യുക കേട്ടോ. ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഓപ്ഷൻ A നാസിക്, ഓപ്ഷൻ B കാൺപൂർ, ഓപ്ഷൻ C ഭഗവാൻപൂർ, ഓപ്ഷൻ D വഡോദര. അടുത്ത ചോദ്യം. He goes to office dash foot. He goes to office dash foot. ഓപ്ഷൻ A in, ഓപ്ഷൻ B on, ഓപ്ഷൻ C by, ഓപ്ഷൻ D at. അടുത്തത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ A കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറയുന്നു. ഓപ്ഷൻ B കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കൂടുന്നു. അടുത്തത്. ഇപ്പോൾ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഓപ്ഷൻ D ഇവയൊന്നുമല്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ A എന്ന് പറയുന്നത് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം ഒന്ന് കൂടുന്നു എന്നാക്കുക കേട്ടോ. ഓക്കെ, ആദ്യത്തേത് വരുന്നത് കൂടുന്നു എന്നാക്കിയിട്ടൊന്ന് മാറ്റണേ. ഞാനത് ടൈപ്പ് ചെയ്തപ്പോൾ വന്നിട്ടുള്ള ചെറിയൊരു മിസ്റ്റേക്കാണ്.
ഇവിടെ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം ഇവിടെ കൂടുന്നു എന്നാണ് കേട്ടോ, കൂടുന്നു എന്നാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി, കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറയുന്നു. ഇപ്പോൾ കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇവയൊന്നുമല്ല. ഇത്രയാണ് ഓപ്ഷൻസ്. അടുത്ത ചോദ്യം, സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം. സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം. ഓപ്ഷൻ എ 1905 ജനുവരി 19, ഓപ്ഷൻ ബി 1907 ജനുവരി 19, ഓപ്ഷൻ സി 1905 ജൂലൈ 19, ഓപ്ഷൻ ഡി 1907 ജൂലൈ 19. നെക്സ്റ്റ്, സയന്റിഫിക് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ. സയന്റിഫിക് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ. ഓപ്ഷൻ എ കോബോൾ, ഓപ്ഷൻ ബി ഫോർട്രാൻ, ഓപ്ഷൻ സി ജാവ, ഓപ്ഷൻ ഡി പ്രോലോഗ്. കോബോൾ, ഫോർട്രാൻ, ജാവ, പ്രോലോഗ്. അടുത്ത ചോദ്യം, പെൺ ഭ്രൂണഹത്യ തടയുന്ന പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് നിലവിൽ വന്ന വർഷം. പെൺ ഭ്രൂണഹത്യ തടയുന്ന പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1994, ഓപ്ഷൻ ബി 1996, ഓപ്ഷൻ സി 1998, ഓപ്ഷൻ ഡി 1995. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ന്യൂട്രോഫിൽ, ഓപ്ഷൻ ബി ബേസോഫിൽ, ഓപ്ഷൻ സി ഇസിനോഫിൽ, ഓപ്ഷൻ ഡി ലിംഫോസൈറ്റ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം. ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം. ഓപ്ഷൻ എ 20 ഡിഗ്രി, ഓപ്ഷൻ ബി 30 ഡിഗ്രി, ഓപ്ഷൻ സി 45 ഡിഗ്രി, ഓപ്ഷൻ ഡി 60 ഡിഗ്രി. അടുത്തത് 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗം സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്നു. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗം സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന സവിശേഷതകൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ തറായ്, ഓപ്ഷൻ ബി എക്കൽ സമതലങ്ങൾ, ഓപ്ഷൻ സി ഭാബർ, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലേഷ്യയിലെ ഗോത്രവർഗക്കാർ ഏത്? മലേഷ്യയിലെ ഗോത്രവർഗക്കാർ. ഓപ്ഷൻ എ കുബു, ഓപ്ഷൻ ബി ദയാക്, ഓപ്ഷൻ സി ബുഷ്മൻ, ഓപ്ഷൻ ഡി സെമാങ്. കുബു, ദയാക്, ബുഷ്മൻ, സെമാങ്. മലേഷ്യയിലെ ഗോത്രവർഗക്കാർ ഏതാണ്? അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് ടു 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. ഓപ്ഷൻ ബി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് ടു 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക്. ഓപ്ഷൻ സി 68 ഡിഗ്രി 7 മിനിറ്റ് വടക്ക് ടു 97 ഡിഗ്രി 25 മിനിറ്റ് വടക്ക്. ഓപ്ഷൻ ഡി 12 ഡിഗ്രി 8 മിനിറ്റ് കിഴക്ക് ടു 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. അടുത്തത്, ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശം. ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശം. ഓപ്ഷൻ എ ചിറാപുഞ്ചി, ഓപ്ഷൻ ബി ദ്രാസ് വാലി, ഓപ്ഷൻ സി സൊഹറ, ഓപ്ഷൻ ഡി മൗസിൻഡ്രം. താഴെ തന്നിരിക്കുന്നവയിൽ പൂർവ്വതീര സമതലത്തിൽ ഉൾപ്പെടുന്നത് ഏത്? പൂർവ്വതീര സമതലത്തിൽ ഉൾപ്പെടുന്നത്. ഓപ്ഷൻ എ കച്ച് കത്തിയവാർ തീരം, ഓപ്ഷൻ ബി കൊങ്കൺ തീരം, ഓപ്ഷൻ സി ഗോവൻ തീരം, ഓപ്ഷൻ ഡി കോറമാണ്ടൽ തീരം. അടുത്തത്, ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടൽ ഏത്? ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടൽ. ഓപ്ഷൻ എ 8 ഡിഗ്രി ചാനൽ, ഓപ്ഷൻ ബി 9 ഡിഗ്രി ചാനൽ, ഓപ്ഷൻ സി 10 ഡിഗ്രി ചാനൽ, ഓപ്ഷൻ ഡി 11 ഡിഗ്രി ചാനൽ. കേട്ടോ, എല്ലാത്തിൻ്റെയും കൂടെ ചാനൽ ഉണ്ട് കേട്ടോ. 8 ഡിഗ്രി ചാനൽ,
9 ഡിഗ്രി ചാനൽ, 10 ഡിഗ്രി ചാനൽ, 11 ഡിഗ്രി ചാനൽ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചോദ്യങ്ങൾ. 15 ചോദ്യങ്ങളായി. ഞാൻ ആൻസർ പറയാൻ പോവുക. നിങ്ങൾ എല്ലാവരും മാർക്കൊക്കെ കണക്കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് ആൻസർ നോക്കാം. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത് എന്നായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. A4 എന്ന് പറഞ്ഞാൽ TSH എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് TSH. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു TSH എന്ന് പറയുന്നത്. നെക്സ്റ്റ് B3 എന്ന് പറയുമ്പോൾ ACTH എന്താണ്? അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നതാണ് ACTH. അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നു. അടുത്തത് C2, അതായത് GTH എന്ന് പറയുന്നത് സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നതാണ് GTH. സ്ത്രീകളിൽ അണ്ഡാശയങ്ങളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുന്നു. നെക്സ്റ്റ് D1 എന്ന് പറയുമ്പോൾ സൊമാറ്റോട്രോപ്പിൻ ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നു. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്തത് രാജ്യത്തെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഓപ്ഷൻ സി ആണ്. ഭഗവൻപൂർ ആണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ് അല്ലെ? മധ്യപ്രദേശിലാണ് ഭഗവൻപൂർ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഷീ ഗോസ് ടു ഓഫീസ് ഡാഷ് ഫുഡ്. എന്താണ് വരിക? മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് നമ്മൾ പഠിച്ചതാണല്ലേ? പ്രിപ്പോസിഷനിൽ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വരുന്ന സമയത്ത് ഇവിടെ ഫൂട്ടാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ, നമ്മുടെ സ്വന്തം ഓൺ അല്ലേ, നമ്മുടെ അവർ ഓൺ, ഒരു ഓണർഷിപ്പിനെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഓപ്ഷൻ എന്താ? ബി ആണ് വരുന്നത് അല്ലേ? ഓൺ ഫൂട്ടാണ് വരിക. ഷീ ഗോസ് ടു ഓഫീസ് ഓൺ ഫൂട്ട് എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? 1. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കൂടുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറയുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. ഇവയൊന്നുമല്ല. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറയുന്നു എന്നുള്ളതാണ് ശരി. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകുന്തോറും പർവ്വതങ്ങളുടെ ഉയരം കുറയുന്നു. നെക്സ്റ്റ്, സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആണ്. 1905 ജനുവരി 19-നാണ്. 1905 ജനുവരി 19-നാണ് സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. അത് 5 തെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് കേട്ടോ. എവിടെ നിന്നാണ്? 5 തെങ്ങിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1907 ആണ് കേട്ടോ. സ്വദേശാഭിമാനി പത്രം തിരുവനന്തപുരത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1907. അടുത്ത ചോദ്യം, സയന്റിഫിക് കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷയാണ് ഫോർട്രാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമുല ട്രാൻസിഷൻ എന്നാണ് കേട്ടോ. ഫോർമുല ട്രാൻസിഷൻ എന്നതാണ് ഫോർട്രാൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പെൺ ഭ്രൂണഹത്യ തടയുന്ന പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് നിലവിൽ വന്ന വർഷം. പെൺ ഭ്രൂണഹത്യ തടയാൻ വേണ്ടിയിട്ടുള്ളതാണ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്നത്. അത് നിലവിൽ വന്നത് 1996-ലാണ്. ഓപ്ഷൻ ബി ആണ്. നമ്മൾ ഈ ആക്ട് പറയുന്ന സമയത്ത് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് 1994 എന്നാണ് പറയുക. പക്ഷെ അത് നിലവിൽ വന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ 1996-ലാണ്. ഓപ്ഷൻ ബി ആണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നിലവിൽ വന്നത് 1996-ലാണ്. പക്ഷെ ആക്ട് പറയുന്നത് എങ്ങനെയാണ്? പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് 1994 എന്നാണ് പറയുന്നത്. നിലവിൽ വന്നത് 1996-ലാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഏതാണ്? വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ശ്വേതരക്താണു ഈസിനോഫിൽ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. ഈസിനോഫിൽ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം എത്രയാണ്? ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയാണ് ഇന്ത്യയുടെ കിഴക്കേ അറ്റവും പടിഞ്ഞാറേ അറ്റവും തമ്മിലുള്ള രേഖാംശ വ്യത്യാസം.
ഇനി ഈ മേഖലകൾ തമ്മിലുള്ള സമയ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാ? അത് 120 മിനിറ്റ് അഥവാ 2 മണിക്കൂറാണ്. 120 മിനിറ്റ് അഥവാ 2 മണിക്കൂറാണ് എന്ത് സമയവ്യത്യാസം. സമയവ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ 120 മിനിറ്റ് അഥവാ 2 മണിക്കൂറും രേഖാംശ വ്യത്യാസം ചോദിച്ചു കഴിഞ്ഞാൽ 30 ഡിഗ്രിയുമാണ്. അടുത്ത ചോദ്യം, 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗം സിവാലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്നു. ഈ രണ്ട് പ്രസ്താവനകൾ അല്ലെങ്കിൽ സവിശേഷതകൾ എന്തുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഭാബറുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഭാബറുമായി ബന്ധപ്പെട്ടതാണ്. 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗമാണ് ഭാബർ എന്ന് പറയുന്നത്. തറായ് എന്ന് പറയുന്നത് എത്രയാണ്? 10 to 20 കിലോമീറ്റർ വരെയാണ് കേട്ടോ വീതി വരുന്നത്. 10 to 20 ആണെങ്കിൽ തറായ് ആണ്. 8 മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയുള്ള ഇടുങ്ങിയ ഭാഗമാണ് ഭാബർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലേഷ്യയിലെ ഗോത്രവർഗക്കാർ ഏത്? തന്നിരിക്കുന്നതിൽ മലേഷ്യയിലെ ഗോത്രവർഗക്കാർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സെമാങ് ആണ്. സെമാങ്. മലേഷ്യയിലെ ഗോത്രവർഗക്കാർ സെമാങ് ആണ്. ഇവിടെ ബാക്കിയുള്ളത് ഈ കുബു ദയാക്ക്, ഇത് രണ്ടും ഇന്തോനേഷ്യയിലെ ഗോത്രവർഗക്കാരാണ് കേട്ടോ. ഇന്തോനേഷ്യ. ദെൻ ബുഷ്മൻ ഏതാണ്? കലഹാരി ഗോത്രവർഗക്കാരാണ് ബുഷ്മൻ. സെമാങ് എന്ന് പറയുന്നതാണ് മലേഷ്യയിലെ ഗോത്രവർഗക്കാർ. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ഓപ്ഷൻ എ ആണ്. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് ടു 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്കാണ് കേട്ടോ. കിഴക്കാണ്. ഇവിടെ വടക്കൊക്കെ കാണുന്നുണ്ട്. കിഴക്കാണ്. 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് ടു 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക്. അടുത്ത ചോദ്യം, ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശം ഏതാ? ഓപ്ഷൻ ഡി ആണ്. മൗസിൻഡ്രം ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശം മൗസിൻഡ്രം. താഴെ തന്നിരിക്കുന്നവയിൽ പൂർവ്വതീര സമതലങ്ങളിൽ ഉൾപ്പെടുന്നത് ഏത്? പൂർവ്വതീര സമതലങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് പൂർവ്വതീര സമതലങ്ങളിൽ ഉൾപ്പെടുന്നത്? ഉത്തരം കോറമാണ്ടൽ തീരമാണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ. കോറമാണ്ടൽ തീരമാണ് പൂർവ്വതീര സമതലത്തിൽ ഉൾപ്പെടുന്നത്. ബാക്കിയെല്ലാം പശ്ചിമ തീരമാണ് കേട്ടോ. പൂർവ്വതീരത്തിൽ വരുന്നത് കോറമാണ്ടൽ തീരം മാത്രമാണ്. അടുത്ത ചോദ്യം, ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടൽ ഏതാണ്? ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ വേർതിരിക്കുന്നത് 10 ഡിഗ്രി ചാനലാണ്. ഓപ്ഷൻ സി 10 ഡിഗ്രി ചാനൽ. 10 ഡിഗ്രി ചാനലാണ് ആൻഡമാനെയും നിക്കോബാറിനെയും വേർതിരിക്കുന്ന കടൽ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 15 ചോദ്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്